നമസ്തേ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? പഠിക്കുന്നൊക്കെ ഉണ്ടോ എല്ലാവരും? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി തീനിൽ. ഇക്കായി തീയൽ എന്തായിരുന്നു? യൂണിറ്റ് 3. യൂണിറ്റ് 3-ലെ നംഗേ പയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. എന്താണ് പേര് ചാപ്റ്ററിൻ്റെ? നംഗേ പയർ. നംഗേ പയർ എന്ന് വെച്ചാൽ എന്താ? ചെരുപ്പിടാത്ത കാലുകൾ, ബെയർ ഫുട്ട് അല്ലേ? ചെരുപ്പിടാത്ത കാലുകൾ, അതിനെയാണ് നമ്മൾ നംഗേ പയർ എന്ന് പറയുന്നത്. എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ. വെങ്കടേഷ് മാഡ്ഗുൽക്കർ. ആരാണ് എഴുതിയിരിക്കുന്നത്? വെങ്കടേഷ് മാഡ്ഗുൽക്കർ എന്ന ആള് എഴുതിയിരിക്കുന്നതാണ്. അപ്പം രചയിത ആരാണ്? വെങ്കടേഷ് മാഡ്ഗുൽക്കർ. അതുപോലെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് ഏത് വിധയാണെന്ന്? ഏത് വിധയാണ്? കഹാനി അല്ലേ? അപ്പോൾ കഹാനിയാണ് വിധ. രചനാകാർ വെങ്കടേഷ് മാഡ്ഗുൽക്കർ ആണ്. രചനയുടെ പേര് നംഗേ പയർ എന്നാണ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. ദോപ്പർ കാ സമയ ഥാ. ദോപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉച്ച, ആഫ്റ്റർനൂൺ. അതിനെയാണ് നമ്മൾ ദോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ച സമയം ആയിരുന്നു, അതായത് ആഫ്റ്റർനൂൺ സമയം ആയിരുന്നു. ബേബി അപ്നെ പലങ്ക് പർ ബൈഠി. ബേബി തൻ്റെ കട്ടിലിൽ, പലങ്ക് കട്ടിലിൽ ബൈഠി ഇരുന്നു കൊണ്ട്. ഖിഡ്കിയെ ബാഹർ ദേഖ് രഹി ഥി. അവൾ അവളുടെ കട്ടിലിരുന്ന് ഖിഡ്കിയിലൂടെ, അതായത് ഖിഡ്കി എന്താണ്? വിൻഡോ, ജനലിലൂടെ. ബാഹർ ദേഖ് രഹി ഥി, പുറത്തേക്ക് നോക്കിയിരിക്കുക ആയിരുന്നു, പുറം ഭാഗം നോക്കുകയായിരുന്നു. അപ്പം ബേബി എന്നാണ് ആ കാണുന്ന ഒരു കുട്ടിയെ കണ്ടോ? നമ്മളെ ചാപ്റ്ററിനകത്ത് കാണാം അല്ലേ? ആ ഒരു പെൺകുട്ടി, അതാണ് ബേബി. ഒരു പെൺകുട്ടി വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നത് നമുക്ക് ചിത്രത്തിനകത്ത് കാണാം. അവളുടെ പേരാണ് ബേബി, അതായത് ആ വീട്ടിലെ പെൺകുട്ടിയാണ്. അപ്പോൾ ആ വീട്ടിലെ ആ പെൺകുട്ടി നമുക്ക് വടിയൊക്കെ കുത്തിയേക്കുക. എന്താ അപ്പം തന്നെ കാണുമ്പോൾ അറിയാം കുട്ടിക്ക് വയ്യാത്താണ്, കാല് ഇല്ല. കണ്ടോ? ഒരു കാലില്ലേ ഉള്ളൂ, മറ്റേ ഒരു കാലിന് പകരമായിട്ട് എന്താണ്? ആ വടി കുത്തിപ്പിടിച്ചിരിക്കുക. അപാഹിജ് ലഡ്കി, അതായത് ഒരു അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അപാഹിജ് എന്ന് വെച്ചാൽ അംഗവൈകല്യമുള്ളത്, കാലില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവള് ഖിഡ്കിയിലൂടെ, ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ദേഖ് രഹി ഥി, നോക്കിയിരിക്കുകയായിരുന്നു. കഥയാണ് കേട്ടോ, അതുകൊണ്ടാണ് ദേഖ് രഹി ഥി. बीच हाल में रखे रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. ബീച്ച് ഹാൽമേം, അതായത് ഹാളിൻ്റെ നടുക്ക് വച്ചിരിക്കുന്ന റേഡിയോയിൽ 12:30 ബജേക്ക്. എന്താണ് 12:30 ബജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12:30 എത്രയാണ്? 12. 12:30. അപ്പോൾ 12:30 മണിയുടെ ബജ സമയം, 4 മണി ആ ടൈമിലെ റെക്കോർഡ് ബജ് രഹേ ഥേ. റെക്കോർഡ് തന്നെയാണ്. അപ്പം അത് ആ സമയത്ത് ആ റേഡിയോയിൽ നിന്ന് ആ സമയത്തുള്ള പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ശാന്ത് മാഹോൽ മേ ഗീതോ കെ സുർ ഗൂഞ്ച് രഹേ ഥേ. അതായത് ശാന്തമായ അന്തരീക്ഷം, മാഹോൽ അന്തരീക്ഷം. ശാന്തമായ അന്തരീക്ഷത്തിൽ ഗീതോങ്കേ സുര്, അതായത് പാട്ടുകളുടെ ആ താളം, പാട്ടിൻ്റെ ആ ഈണം, അതിൻ്റെ സൗണ്ട്, ആ സ്വരം, ആ പാട്ടിൻ്റെ സൗണ്ട്, അത് ആ ഒരു ഈണം, അത് ഗൂഞ്ച രഹേധേ, അതായത് മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ പാട്ട്, മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. അത് മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന, വേറെ ഒരു സൗണ്ടും ഇല്ല, ഈ മ്യൂസിക് മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. सामने का बंद फाटक खोलकर പോസ്റ്റ്മാൻ ഭീതർ ആയ. അതായത് അടുത്തുള്ള, സാമനേക്ക ബന്ദ് ഫാട്ടക്, അതായത് അടുത്തായിട്ടുള്ള, ബന്ദ് ഫാട്ടക് എന്ന് വെച്ചാൽ അടച്ചിട്ടിരിക്കുന്ന, ഫാട്ടക് കവാടം, അതായത് ഗേറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഗേറ്റ് ഖോൽക്കർ തുറന്ന്, പോസ്റ്റ്മാൻ ഭീതറായ, പോസ്റ്റ്മാന് അകത്തേക്ക് കയറി വന്നു. അഹാത്തേക്ക് ബജരി ഉസ്കി ആഹട്ട് സുനായി ദി. അഹാത്ത എന്ന് വെച്ചാൽ വരാന്ത, ആ ഒരു വളപ്പ്, വീട്ടുവളപ്പ്, അതാണ് അഹാത്ത. അതായത് വീടിൻ്റെ മുറ്റം ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗേറ്റ് കടന്നു വന്നില്ലേ, അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് അവിടെയുള്ള ബജരി എന്ന് വെച്ചാൽ ചരല്. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ചരല് വിരിച്ചിരിക്കുകയാണ്. ചെറിയ കല്ലില്ലേ, ഇങ്ങനെ ഈ മെറ്റലൊക്കെ ഇല്ലേ, അപ്പോൾ അത് മെറ്റലല്ല, ചെറിയ കുഞ്ഞു ഉരുളൻ കല്ലുകൾ, ഇങ്ങനെയൊക്കെയാണ് ചരലെന്ന് പറയുന്നത്.
അപ്പം അങ്ങനെയുള്ള ആ ചരൽ വിരിച്ചിരിക്കുകയാണ് വീടിൻ്റെ മുറ്റത്ത്, ബജരി ചരൽ. അപ്പോൾ ആ ചരൽ കല്ലിൽ അവിടെ ഉസ്കി ആഹട്ട് സുനായിതി, അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടു, അയാളുടെ കാലച്ച, ആഹട്ട് കാലച്ച. അപ്പം അയാൾ ആ ചരലിലൂടെ, ആ മണലിലൂടെ, ആ കല്ലിലൂടെ, ചരൽ കല്ലിലൂടെ ചവിട്ടി കിടക്കുമ്പോൾ സൗണ്ട് കേൾക്കും അല്ലേ. ചിലരുടെയൊക്കെ വീടുകളുടെ മുറ്റത്തൊക്കെ ഈ ചെറിയ മണലൊക്കെ നല്ല വലിപ്പമുള്ള കല്ലുകളായിട്ടുള്ള ചെറിയ മണൽ അല്ലേ വിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ മറ്റേ മെറ്റൽ വിരിച്ചിട്ടുണ്ട് അല്ലേ, മെറ്റൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്ന് വെച്ചാൽ അതുവഴി ആൾക്കാർ ആരെങ്കിലും കയറി നടന്നിട്ടുണ്ടെങ്കിലൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം അദ്ദേഹം ഈ പോസ്റ്റ്മാന് അവരുടെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചരൽ കല്ലിലൂടെ ഇയാൾ നടക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടു. ആഹട്ട് സുനായിതി കേട്ടു, സുനായിതി എന്ന് വെച്ചാൽ കേട്ടു, ആഹട്ട് സൗണ്ട്, ശബ്ദം. പോസ്റ്റ്മാൻ കെ ആവാസ് ഉസ്കെ കാനോ മേ ആ ഗയി, പോസ്റ്റ്മാൻ്റെ ആവാസ് സൗണ്ട്, ശബ്ദം, ഉസ്കെ കാനോ മേ ആ, അതായത് അവളുടെ, ഉസ്കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പെൺകുട്ടിയുടെ, ബേബിയുടെ, കാനോമേ, കാൻ എന്താണ്, ചെവി, കാനോമേ ആകി, സൗണ്ട് എവിടെ കേൾക്കുന്നത്, ചെവിയിലല്ലേ, അപ്പോൾ ചെവികളിൽ വന്നെത്തി. पर फर्श पर डाक के गिरने की आवाज़ सुनाई नहीं दी, പക്ഷേ ഫർഷ്, ഫർഷ് എന്ന് വെച്ചാൽ നിലത്ത്, അതായത് ഈ വരാന്തയിൽ ആണ് ഉദ്ദേശിക്കുന്നത് ഫർഷ്, ആ നിലത്ത്. ഡാക്ക് കെ, ഡാക്ക് എന്ന് വെച്ചാൽ പോസ്റ്റ്, എന്തോ ഒരു പോസ്റ്റും കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം വന്നിരിക്കുന്നത്, കത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം ആ പോസ്റ്റുകളെ, അതിൻ്റെ ഗിർനേക്ക് ആവാസ്, അത് വീഴുന്നതിൻ്റെ സൗണ്ട്, ഗർന വീഴുക, ആവാസ് സൗണ്ട്, ശബ്ദം. അപ്പോൾ വീഴുന്നതിൻ്റെ ആ ശബ്ദം സുനായി നഹീദി, കേട്ടില്ല. പോസ്റ്റ്മാൻ്റെ സൗണ്ട് കേട്ടു, അയാൾ നടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേട്ടു, പക്ഷേ ഈ പോസ്റ്റ് അവിടെ താഴെ ഇടുന്നതിൻ്റെ, ആ വീഴുന്നതിൻ്റെ, ആ ഗ്രൗണ്ടിലേക്ക് വീഴുന്നതിൻ്റെ സൗണ്ട് കേട്ടില്ല. ബേബി പീച്ചേ മുടി, ബേബി പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു, പീച്ചേ മുടി, പുറകിലേക്ക് തിരിഞ്ഞു. സംഭൽക്കർ പലങ്ക് സേ ഉതരി, സംഭൽക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ശ്രദ്ധിച്ച്, ഒന്ന് ഒരു കണക്കിന് ശ്രദ്ധിച്ച് കഷ്ടപ്പെട്ട് ആ പലങ്ക, കട്ടിലിൽ നിന്ന് ഇറങ്ങി, ശ്രദ്ധിച്ച് കട്ടിലിൽ നിന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി കട്ടിലിൽ നിന്ന് ഇറങ്ങി. फिर बैसाखियों के सहारे एक एक कदम चलकर दरवाजे तक आई, എന്നിട്ട് ഫിർ, എന്നിട്ട് ബൈസാഖി, ബൈസാഖി അവൾ ആ കയ്യിൽ ആ പിടിച്ചേക്കുന്ന വടി കണ്ടോ, അതിനാണ്, ആ വടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈസാഖി. അതായത് ഇവരൊക്കെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഊന്നുവടികൾ, അതിനെയാണ് ബൈസാഖി എന്ന് പറയുന്നത്, ഊന്നുവടി. ആ ഊന്നുവടിയുടെ സഹായത്താൽ, കെ സഹാരെ, അതിൻ്റെ സഹായത്താൽ, അതിൻ്റെ ആശ്രയത്താൽ, ആശ്രയം അല്ലെങ്കിൽ സഹായം എന്നൊക്കെയാണ് സഹാര എന്നതിൻ്റെ മീനിങ്. ആ സഹായത്താൽ ഏക് കദം, ഓരോ ചുവട് വയ്പം, കടം എന്ന് വെച്ചാൽ ഓരോ ചുവട് വയ്പ്, ചുവട് വയ്പ്, ഓരോ കാലടി ആണ് കദം, ഓരോ ചുവട് വയ്പം, ഓരോ ചുവടും വച്ച്, ചുവട് ഏക കദം ചലക്കർ, ഓരോ ചുവടും വച്ച് ദർവാസെ തക്കായി, ദർവാസ എന്താണ്, വാതിൽ, വാതിൽ വരെ എത്തി. അകത്തിരിക്കുകയായിരുന്നു ആ കുട്ടി, ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു, ഇറങ്ങി വാതിൽ വരെ എത്തി. ബന്ദ് ദർവാസ ഖോൽനെ മേ ഉസേ തോടാ സമയം ലഗ, അടച്ചിട്ടിരിക്കുന്ന, ബന്ദ് ക്ലോസ്ഡ്, അടച്ചിട്ടിരിക്കുന്ന ആ ദർവാസ, വാതിൽ തുറക്കുന്നതിന്, ഖോൽന തുറക്കുക, ഓപ്പൺ ചെയ്യുക, തുറക്കുന്നതിന് ഉസേ തോടാ സമയം ലഗ, അവൾക്ക് കുറച്ച് സമയം എടുത്തു. അതായത് വയ്യാത്ത കുട്ടിയല്ലേ, അപ്പോൾ പതുക്കെ ഈ ഊന്നുവടിയൊക്കെ ഒരു കയ്യിലൊക്കെ പിടിച്ച് പതുക്കെ വേണം ഈ കൊളുത്തൊക്കെ എടുത്ത് തുറക്കാൻ അല്ലേ, അങ്ങനെ പതുക്കെ കുറച്ച് സമയം എടുത്ത് അവൾ തുറന്നു വരാൻ. ദർവാസേ സേ ബാഹർ ഓർ ഹാൽ കോ പാർ കർ ആകെ ആനെ മേ ദർ ലഗി, എന്നിട്ട് അവൾ ആ വാതിൽ തുറന്ന്, ദർവാസേ സേ ബാഹർ, ആ വാതിലിന് പുറത്തേക്കും, ഓർ ഹാൽ കോ പാർ കർ, എന്നിട്ട് ഹാളും കടന്ന്, അതായത് ഹാളിൻ്റെ ഇപ്പുറത്തെ റൂമിലാണ് കുട്ടി, ആ റൂമിൻ്റെ വാതിൽ തുറന്ന് അവിടെ അതിൻ്റെ പുറത്തേക്കും, അതിൻ്റെ പുറത്തെത്തുന്നതിനും, പിന്നെ ഹാളിനെ പാർക്കർ, പാർക്കർ എന്ന് വെച്ചാൽ കടന്നു പോവുക, പറഞ്ഞാൽ കടന്നു പോവുക, അതിനെ ക്രോസ് ചെയ്യുക, അതിനെ കടന്നു പോകുന്നതിനും, കടന്ന് ആകെ ആനേമേ എന്ന് കടന്ന് മുന്നോട്ട് വരുന്നതിൽ, ദർ ലഗി സമയമെടുത്തു, താമസിച്ചു, ലേറ്റായി, അഥവാ ഒത്തിരി താമസിച്ചു. അപ്പോൾ ദർവാസെ പർ പഹുഞ്ചി, അവൾ അങ്ങനെ വാതിക്കൽ വരെ എത്തി. വഹ ഹാത്ത് മേ ഡാക് ലിയെ പോസ്റ്റ്മാൻ ഖടാ ഥാ, അവിടെ കയ്യിൽ ഡാക്ക്, പോസ്റ്റും പിടിച്ചുകൊണ്ട്
പോസ്റ്റ്മാന് നിൽപ്പുണ്ടായിരുന്നു. കൊടുക്കാനുള്ള കത്തൊക്കെ പിടിച്ചുകൊണ്ട് ചിത്രത്തിൽ കാണാം അല്ലേ? ഒരു പോസ്റ്റ്മാൻ ചേട്ടൻ പറഞ്ഞ കുറച്ച് കത്തൊക്കെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അല്ലേ, നടക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ പോലെ പണ്ടൊക്കെ മൊത്തം എന്നും കത്തുകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഫോണൊക്കെ ചെയ്യുന്നത് പോലെ അന്നൊക്കെ എല്ലാവരും കത്തുകളാണ് അയച്ചിരുന്നത്. അപ്പോൾ ആ കത്തം പിടിച്ചുകൊണ്ട് ഈ പോസ്റ്റ്മാൻ ചേട്ടൻ അവിടെ വന്ന് നിൽക്കുന്നു, വാതിക്കൽ നിൽക്കുന്നു. നമ്മൾ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഫർഷ് പർ ഡാക് ഫേങ്കർ അഭി ഗയ നഹി ഥ. അപ്പോൾ അവിടെ ആ ഫർഷിൽ, ആ തറയിൽ ഡാക് ഭേങ്കർ പോസ്റ്റ് ഇട്ടിട്ട്, ഭേങ്കർ എറിഞ്ഞിട്ടിട്ട് അഭി ഗയ നഹി ഥ, അത് പോയിരുന്നില്ല. അഭി ഗയ നഹി ഥ, പോയിരുന്നില്ല, അത് എറിഞ്ഞിട്ടിട്ട് പോയിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബന്ദ് ദർവാസ ഖോൽനെ में उसे थोड़ा समय लगा, दरवाजे से बाहर और हाल को पार कर आगे आने में देर लगी. देर लगने का क्या कारण है? എന്തുകൊണ്ടാണ് അവൾ അത്രയും താമസിച്ചത്? എന്തായിരിക്കാം കാരണം? ക്യോങ്കി വോ അപാഹിജ് ഹെ ഉസേ ഏക് ഹി പയർ ഹെ. അതായത് അവള് ഒരു വികലാംഗിയാണ്, അവൾക്ക് ഒരൊറ്റ കാലേ ഉള്ളൂ. ആ കാല് വെച്ചിട്ടാണ് അവൾ ഈ നടന്നു വരേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം താമസം എടുത്തത്. കുറ്റി തുറക്കാനും നടന്നു വരാനും ഒക്കെ. അവൾ ബൈസാഖിയോങ്കെ സഹാരെ ചൽത്തി ഥി. ആ എന്താ ബൈസാഖി എന്താണ്? ഊന്നുവടിയുടെ സഹായത്താലാണ് അവൾ നടന്നിരുന്നത്. അതൊക്കെ കൊണ്ടാണ് താമസിച്ചതിന് കാരണം. सीढ़ियों के ऊपर होकर उसने हाथ बढ़ाया. എന്നിട്ട് അവൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ സീഡിയോങ്കെ ഊപ്പർ ഹോക്ക, സീഡി പടികളില്ലേ, സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഉസ്നെ ഹാത്ത് ബഡായ, അവൾ കൈ നീട്ടി. ഉസ്നെ ധ്യാൻ ദിയാക്കി, അവൾ ശ്രദ്ധിച്ചു. എന്താണ്? ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ, ഇന്ന് പോസ്റ്റ്മാൻ വേറൊരാളാണ്. ദൂസരാ ഹി ഹെ, വേറൊരു പോസ്റ്റ്മാനാണ്. സദാക വോ ദാഡിവാല പോസ്റ്റ്മാൻ നഹി ഹെ, അതായത് സദാക്ക എല്ലായ്പ്പോഴത്തെയും എപ്പോഴത്തെയും, വോ ആ ദാഡിവാല, അതായത് ദാഡിവാല ആ താടിയുള്ള പോസ്റ്റ്മാൻ നഹി ഹേ, ആ പോസ്റ്റ്മാൻ അല്ലായിരുന്നു. താടി വെച്ച ആ പോസ്റ്റ്മാൻ അല്ലായിരുന്നു അന്ന് വന്നത്. ബച്ചോं के से चेहरे वाला या नया पोस्टमैन है. बच्चों के से കുട്ടികളെ പോലെ, ചെഹ്റ മുഖം, കുട്ടികളെ പോലെയുള്ള മുഖമുള്ള, ചെഹ്റവാല യ നയാ പോസ്റ്റ്മാനെ, ഇത് പുതിയൊരു പോസ്റ്റ്മാൻ ആയിരുന്നു. കുട്ടികളെ പോലെ മുഖമുള്ള പുതിയൊരു പോസ്റ്റ്മാൻ ആയിരുന്നു അവിടെ എത്തിച്ചേർന്നത് അന്ന്. ഉസ്നെ ഏക് നസർ ബേബി കെ പൈരോं की ओर देखा. അയാളപ്പം എന്താ ചെയ്തത്? ഒരു നോട്ടം, നസർ എന്ന് വെച്ചാൽ ഒരു നോട്ടം. അദ്ദേഹം ഒരു നോട്ടം ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. പൈരോं की ओर, പയര് കാലുകൾ, അപ്പോൾ പൈരോं की ओर കാലുകൾക്ക് നേരെ നോക്കി. ഓർ ദേഖ, നോക്കി. ഉസേ ഷായത് ധക്കാസ ലഗ, അയാൾക്ക് ഒരു പക്ഷേ ധക്കാസ ലഗ, പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ഉസ്നെ ഡാക് ബേബി കെ ഹാത്ത് മേ ദേ ദി, എന്നിട്ട് അയാൾ ഈ പോസ്റ്റ് ബേബിയുടെ കൈകളിൽ കൊടുത്തു. बूढ़े पोस्टमैन की तरह इस पोस्टमैन ने उससे कोई बात न की. ബൂഡേ എന്ന് വെച്ചാൽ എന്താണ്? പ്രായമുള്ള, വൃദ്ധനായ. ആ വൃദ്ധനായ പോസ്റ്റ്മാനെ പോലെ, അതായത് നേരത്തെ വന്നിരുന്ന ദാഡിവാല, ആ വൃദ്ധനായ ആ പോസ്റ്റ്മാനെ പോലെ, പോസ്റ്റ്മാൻ की तरह, പോസ്റ്റ്മാനെ പോലെ, ഇസ് പോസ്റ്റ്മാനെ, ഈ പോസ്റ്റ്മാൻ, ഉസ്സെ കോയി ബാത് ന കി, അവളോട് ഒന്നും സംസാരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. माँ के हाथ में डाक देकर बेबी पीछे की ओर मुड़ी और बड़ी कुर्सी पर बैठकर बोली, माँ आज का पोस्टमैन नया था. എന്നിട്ട് എന്താണ് ചെയ്തത്? മാക്കെ ഹാത്ത് മേ, അമ്മയുടെ കൈകളിൽ, ഡാക് ദേക്കർ, ഈ പോസ്റ്റ് കൊടുത്തിട്ട്, വന്ന ആ കത്താണോ എന്താണോ ആ പോസ്റ്റ്, അത് കൊടുത്തിട്ട്, ബേബി പീച്ചേക്ക് ഓർ മുടി, ബേബി പുറകിലേക്ക് തിരിഞ്ഞ്, ബെഡി കുർസി പർ ബൈഠ്കർ ബോലി, എന്നിട്ട് വലിയൊരു കസേരയിൽ ഇരുന്നിട്ട് അവൾ പറഞ്ഞു, മാ ആജ് കാ പോസ്റ്റ്മാൻ നയാ ഥ, ഇന്നത്തെ പോസ്റ്റ്മാൻ ഒരു പുതിയ ആളായിരുന്നു. നയാ ഥ, പുതിയ ആളായിരുന്നു. तो इसमें आश्चर्य की कौन सी बात है? बदल गया होगा,
അപ്പോൾ അവളുടെ അമ്മ പറയാണ്, ഇതിനകത്ത് ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു, എന്തിനാ ഇതിനകത്ത് അത്ഭുതപ്പെടാൻ എന്തിരിക്കും, ആശ്ചര്യം വെച്ചാൽ അത്ഭുതം, ഇതിനകത്ത് അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു, കോൺസി ബാത്തേ, എന്ത് കാര്യമാണുള്ളത്, ബദൽ ഗയാ ഹോഗ, മാറിയിരിക്കാം, ബദൽനാന്ന് വെച്ചാൽ മാറുക, മാറിയിരിക്കാം. बेबी के माँ ने बाल मित्र का नया अंग बेबी के आंचल में रखा. ബേബിയുടെ അമ്മ, ബേബിക്ക് അമ്മ ബാൽമിത്ര കാ നയ അങ്ക്, ബാൽമിത്ര നമ്മുടെ ബാലരമ ബാലഭൂമിയൊക്കെ പോലെയുള്ള ഒരു മാഗസിനാണ്, കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ഒരു മാഗസിൻ. അപ്പോൾ അതൊക്കെയാണ്, അതെല്ലാമായിട്ടാണ് അപ്പം ഈ പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടാവുക അല്ലേ, കുറച്ച് മാഗസിൻസും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ബാൽമിത്ര എടുത്ത് അതിൻ്റെ അതിൻ്റെ ആ പതിപ്പ് നയ അങ്ക് ബേബിക്ക് ആൻചൽമേ രഖ, ബേബിയുടെ മടിയിലേക്ക്, അവളുടെ അടുത്തേക്ക്, അവളുടെ വസ്ത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു. റേഡിയോ ബന്ദ് കർക്കെ വോ അപ്നെ കമറേ മേ ചലി ഗയി, എന്നിട്ട് റേഡിയോ ഓഫ് ചെയ്തിട്ട് അവരുടെ റൂമിലേക്ക് നടന്നുപോയി. ആരാ? അമ്മ. दोपहर में बेबी को हमेशा अकेलापन लगता. दोपहर അതായത് ഉച്ച സമയത്ത്, ഉച്ച കഴിഞ്ഞ് ഈ ബേബിക്ക് ഹമേഷ എല്ലായ്പ്പോഴും അകേലാപ്പൻ, ലോൺലെസ്, അതായത് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിരുന്നു. ലഗ്ത അനുഭവപ്പെടുക തോന്നിയിരുന്നു. അപ്പോൾ എപ്പോഴും ഉച്ച കഴിഞ്ഞുള്ള സമയം ബേബിക്ക് എപ്പോഴും ഒറ്റപ്പെടൽ തോന്നിയിരുന്നു. वो किसके साथ बात करे, അവൾ ആരോട് സംസാരിക്കും, കിസ്കെ സാത്ത് ഹസെ, ആരോട് ചിരിക്കും. യാ പ്രശ്ന സദാ ഹി ബനാ രഹ, ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. സദാഹി എപ്പോഴും ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എപ്പോഴും ആരോട് സംസാരിക്കുക, ആരോട് വർത്താനം പറയാനാണ് എന്നുള്ളൊരു കാര്യം അപ്പോഴും അവിടെ നിലനിന്നിരുന്നു. ऐसे ही समय में वो बूढ़ा പോസ്റ്റ്മാൻ ആ ജായ കർത്ത, അങ്ങനെയുള്ള സമയങ്ങളിലായിരുന്നു വൃദ്ധനായിട്ടുള്ള പോസ്റ്റ്മാന് വന്നിരുന്നത്. वो हमेशा ही जल्दी में रखता, എപ്പോഴും അയാൾ ഭയങ്കര സ്പീഡിലായിരിക്കും, എപ്പോഴും ഭയങ്കര തിടുക്കത്തിലായിരിക്കും. ജൽദി, എപ്പോഴും തിടുക്കത്തിലായിരിക്കും. फिर भी कभी कभी खिड़की तक जाकर डाक देता, എന്നിട്ടും ഇടയ്ക്കൊക്കെ, ഫിർഭി എന്ന് വെച്ചാൽ എന്നിട്ടും, കഭി കഭി ഇടയ്ക്കൊക്കെ അല്ലെ ചിലപ്പോഴൊക്കെ, ഖിഡ്കി തക് ജാക്കർ, വിൻഡോ വരെ എത്തിയിട്ട്, ജനൽ വരെ എത്തിയിട്ട് ഡാക്ക് ഈ പോസ്റ്റ് തന്നിട്ട് പോയിരുന്നു. कोई ना कोई പരിചിത ആയാ ദേഖകർ ബേബി കോ അച്ഛാ ലഗ്ത, അങ്ങനെ ആരെങ്കിലുമൊക്കെ പരിചിത, അറിയുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ, ദേഖകർ ബേബിക്കോ അച്ഛാ ലഗ്ത, അവർ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ബേബിക്ക് വളരെ നല്ലത് തോന്നുമായിരുന്നു, അവൾക്ക് നന്നായിട്ട് തോന്നുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. दोपहर में बेबी को अकेलापन लगता, बेबी बाहर निकल न पाती, जो अकेलापन सकते हैं वे हमसे क्या क्या चाहते होंगे. അപ്പോൾ ഇവിടെ പറയാണ്, ഈ ദോപഹറിൽ എപ്പോഴും ഉച്ച കഴിഞ്ഞപ്പോഴും ബേബി ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. അപ്പോൾ ബേബിക്ക് ബാഹർ നിക്കൽ ന പാത്തി, അവൾക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ പറ്റിയിരുന്നില്ല. നിക്കൽ ന പാത്തി, പുറത്തേക്ക് ഇറങ്ങുവാൻ പറ്റിയിരുന്നില്ല. ബാഹർ പുറത്ത്, നിക്കൽ ന ഇറങ്ങുക. ജോ അകേലാപ്പൻ സക്തേ ഹേ, അവൾ എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു. വേ ഹംസെ ക്യാ ക്യാ കഹനാ ചാഹത്തെ ഹേ, അപ്പോൾ അവള് ചാക്തേ ഹോങ്കി, അവൾ എന്തൊക്കെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഉച്ച കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്, ആരുമില്ല കൂട്ടിന്, അങ്ങനെയൊക്കെ അവൾക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അവൾക്ക് പറയാൻ, നിങ്ങളോട് എന്തൊക്കെ പറയാനുണ്ടാവുമായിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. इसके बाद നോക്കിക്കേ, ബാക്കി നോക്കൂ. इसके बाद तीसरे दिन भर पोस्टमैन की आवाज़ आई. ഇതിന് ശേഷം തീസരേ ദിൻ, മൂന്നാമത്തെ ദിവസം, ഭർ വീണ്ടും പോസ്റ്റ്മാൻ കി ആവാസായി, പോസ്റ്റ്മാൻ്റെ ആവാസ് സൗണ്ട് വന്നു. ഡാക് ഗർനെ കി ആവാസ് നഹി സുനായി ദി, എന്നിട്ടും എന്താണ്, ഡാക്ക് ഈ പോസ്റ്റ് വീഴുന്നതിൻ്റെ സൗണ്ട് കേട്ടില്ല. ചൽത്തി ഹുയി ബേബി അഹാത്തെ മേ ആയി, നടന്ന് ബേബി ഈ
വീടിൻ്റെ വളപ്പിൽ, അതായത് ഈ വീട്ടുമുറ്റത്ത് വരെയും എത്തി. പോസ്റ്റ്മാൻ അഭി ഖടാ ഥാ. പോസ്റ്റ്മാൻ അപ്പോഴും അവിടെ നിൽക്കുകയായിരുന്നു. ബേബിക്ക് ഓർ ദേഖ് വോ മുസ്കരായ. ബേബിയുടെ നേർക്ക് നോക്കിയിട്ട്, ബേബിയുടെ നേർക്ക് ദേഖ് നോക്കിയിട്ട്, വോ മുസ്കരായ, അയാള് ചിരിച്ചു. മുസ്കരായ പുഞ്ചിരിച്ചു. കണ്ട പോസ്റ്റ്മാനെ, അയാള് പുഞ്ചിരിച്ചു. ബേബി ഭി ഹസി, ബേബിയും ചിരിച്ചു. ഡാക് ദേഖ് ബേബീനെ പൂച്ച. അതായത് പോസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് ബേബി ചോദിച്ചു, ക്യാ തും നയ പോസ്റ്റ്മാനോ, നിങ്ങളെന്താ പുതിയ പോസ്റ്റ്മാനാണോ എന്ന്. അപ്പം ഇവിടെ കോൺവെർസേഷൻ്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളുക, നിങ്ങൾക്ക് എഴുതാൻ എളുപ്പം. അപ്പം ഇങ്ങനെ ചോദിക്കണം, നിങ്ങൾ പുതിയ ആളാണോ എന്ന് ചോദിക്കുന്നു അല്ലേ. തും വന്നതുകൊണ്ടാണ് നമ്മളവിടെ ഹോ എന്ന് വന്നിരിക്കുന്നത് അല്ലേ. ക്യാ തും നയ പോസ്റ്റ്മാനോ, നിങ്ങൾ പുതിയ പോസ്റ്റ്മാനാണോ എന്ന് ചോദിക്കുന്നു. ജി ഹാ, അതെ, അയാൾ പറയുന്നു. ഡാക് ഭേങ്കർ തും ചലേ ജായ കറോ, മുझे ആने में देर लगती है. അപ്പോൾ അവൾ പറയാണ്, നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, പോസ്റ്റ് എറിഞ്ഞിട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് തും ചലേ ജായ കറോ, നിങ്ങൾക്ക് പോകാം. അതായത് നിങ്ങൾ ഇനി ചെയ്യേണ്ടതാണ്, നിങ്ങൾ എന്നും ഇനി പോസ്റ്റിന് ഇവിടെ കൊണ്ടുവന്ന് വേണ്ടി എന്നെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് പോകാം, നിങ്ങൾ നടന്നു പോയിക്കോളൂ. മുझे ആने में देर लगती है, എനിക്ക് വരുന്നതിൽ ഒത്തിരി താമസം എടുക്കും. പോസ്റ്റ്മാനെ ബേബിക്ക് പൈറോ കി ഓർ ദേഖ. എന്നിട്ട് പോസ്റ്റ്മാന് ബേബിയുടെ കാലുകളിലേക്ക് നോക്കി. ഓ ദേർ തക് മൗൻ രഹ, എന്നിട്ട് വളരെ നേരം മിണ്ടാതിരുന്നു, നിശബ്ദനായിട്ടിരുന്നു. മൗൻ രഹ, നിശബ്ദനായിട്ട് ഇരുന്നു. ഇസ് ലഡ്കി കോ ഭഗവാൻ നെ പയർ ക്യോ നഹി ദിയേ. ഈ പെൺകുട്ടിക്ക് ഭഗവാൻ എന്തുകൊണ്ടാണ് പയർ നഹി ദിയേ, പയർ കാല് എന്തുകൊണ്ടാണ് നൽകാത്തത്, എന്തുകൊണ്ട് നൽകിയില്ല. ഏസാ ഷായദ് ഉസേ ലഗാ ഹോഗ. ഇങ്ങനെ മിക്കവാറും ഷായദ് ഒരു പക്ഷേ ഉസേ ലഗാ ഹോഗ, അവന് തോന്നിയിരിക്കാം, ഈ പോസ്റ്റ്മാന് തോന്നിയിരിക്കാം. അയാൾ കാലുകളിലെ നോക്കി എന്താണ് വിചാരിക്കുന്നത് കറക്റ്റ് പറയുന്നില്ല, ചിന്തിച്ചിരിക്കാം എന്നാണ് കഥാകാരൻ പറഞ്ഞിരിക്കുന്നത്. ആരാണ്? വെങ്കടേഷ് മാഡ്ഗുൽക്കർ പറയാണ്, ആ ലഡ്കിയുടെ കാലുകൾ, ആ പെൺകുട്ടിയുടെ കാലുകളിലേക്ക് നോക്കിയിട്ട് ഈ പോസ്റ്റ്മാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ട് ഇവൾക്ക് ദൈവം കാലുകൾ നൽകിയില്ല എന്ന് അദ്ദേഹം ഒരു പക്ഷേ അയാൾക്ക് തോന്നിയിരിക്കാം. ഷായദ് ഒരു പക്ഷേ തോന്നിയിരിക്കാം. മുസേ ലഗാ ഹോഗ, അയാൾക്ക് തോന്നിയിരിക്കാം. വോ കുച്ച് ബോലാ നഹി, അയാൾ ഒന്നും പറഞ്ഞില്ല. पर उसकी आंखों से कुछ ही भाव झलका. പക്ഷേ അയാളുടെ കണ്ണുകളിൽ നിന്ന് കുച്ച് ഹി ഭാവ് ഝലക, ഇങ്ങനെയുള്ള ഒരു ഭാവമാണ് അയാളുടെ കണ്ണുകളിൽ തിളങ്ങി നിന്നിരുന്നത്. അതായത് ഇയാൾ ചിന്തിക്കുന്നതായിട്ടാണ് തോന്നിയത്, എന്തുകൊണ്ട് ഈ കൊച്ചിന് കാല് കൊടുത്തില്ല എന്ന്, ഈശ്വരൻ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നായിരിക്കാം അയാൾ ചിന്തിച്ചിരിക്കുക. അയാളുടെ ആ കണ്ണുകളിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. उसने बहुत ही कोमल तथा देवी आवाज में कहा. അയാൾ പറഞ്ഞു, ബഹുത് ഹി വളരെയധികം, കോമൾ വളരെ സോഫ്റ്റായിട്ടും അതുപോലെ ദബി ആവാസ്മേ പതിഞ്ഞ സൗണ്ടിൽ, ദബി പതിഞ്ഞത് അതുപോലെ വളരെ കോമളമായിട്ട് വളരെ ആ കുഞ്ഞു സൗണ്ട് അതുപോലെ വളരെ അമർന്ന, അതായത് വളരെ പതിഞ്ഞ സൗണ്ടിൽ പറഞ്ഞു. സൗണ്ട് ലഗ്നേ ദോ ബഹിൻ, അത് കുഴപ്പമില്ല, അത് പോട്ടെ, അതൊക്കെ നടന്നോട്ടെ, പോട്ടെ ബഹിൻ. पोस्टमैन का काम जिस तिस की डाक को जिस तिस के हाथ में सौंपने का है, अहाते में भेजने का नहीं. അത് വിട്ടുകളാ സഹോദരി. പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറയുന്നത്, പോസ്റ്റ്മാൻ്റെ ജോലി ജിസ് തിസ്കി ഡാക്കുകോ, ആരുടെയൊക്കെ പോസ്റ്റുകളുണ്ടോ, ജിസ് തിസ്കെ ഹാത്തുമേ, അവരുടെയൊക്കെ കൈകളിൽ, സൗംബിനെക്കാഹെ ഏൽപ്പിക്കുക എന്നതാണ്. ആരുടെയൊക്കെ പോസ്റ്റുകളുണ്ടോ അവരുടെയൊക്കെ പോസ്റ്റുകൾ അവരുടെയൊക്കെ കൈകളിൽ എത്തിക്കുക എന്നതാണ് പോസ്റ്റ്മാൻ്റെ ജോലി. സൗംബന എന്ന് വെച്ചാൽ ഏൽപ്പിക്കുക. അഹാത്തേമേ ഭേങ്കനേക്ക നഹി, വീട്ടുമുറ്റത്ത് എറിയുക എന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഇത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. लगने दो बहन पोस्टमैन का काम जिस के डाको जिस के हाथ में सौंपने का है.
अहाते में ഭയങ്കനെ का नहीं यहाँ कौन सा മനോഭാവ പ്രകട होता है അതായത് ഇവിടെ എന്ത് മനോഭാവമാണ് അദ്ദേഹത്തിന്റെ ഇവിടെ പ്രകടമാകുന്നത് എന്താണ് അയാള് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണ് ആ ചെയ്യുന്ന ജോലിയോട് വളരെയധികം അയാൾ കർത്തവ്യനിഷ്ഠനായിട്ടുള്ള ആളാണ് ചെയ്യുന്ന ജോലിയോട് വളരെയധികം എന്താ നീതി പുലർത്തുന്ന ഒരാളാണെന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ നോക്കിക്കേ वो बोल रहा था अयाल പറഞ്ഞിരുന്നു तब बेबी ने उसके पैरों की ओर देखा അപ്പോൾ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേബി അയാളുടെ കാലുകളിലേക്ക് നോക്കി कितने मजबूत और गोल गोल इस पोस्टमैन के पैर कितने अच्छे थे അപ്പം അവൾ ചിന്തിക്കുകയാണ് എത്രമാത്രം ബലവത്തായത് മസ്ബൂത്ത് എന്ന് വെച്ചാൽ ദൃഢമായത് ബലവത്തായത് നല്ല ശക്തമായിട്ടുള്ളതും അതുപോലെ ഗോൾ ഗോൾ ഉരുണ്ട ഉരുണ്ട ചിന്തിക്കുകയാണ് അവൾ ആ കാലുകൾ കണ്ടിട്ട് ഈ പോസ്റ്റ്മാൻ കെ പൈർ കിത്നെ അച്ഛേ ഥേ ഈ പോസ്റ്റ്മാൻ്റെ കാലുകൾ എത്ര നല്ലതായിരുന്നിരിക്കും അച്ചാനക് ബേബി കെ ധ്യാൻ മേ ആയാക്കി പെട്ടെന്ന് അച്ചാനക് പെട്ടെന്ന് സഡൻലി ബേബി കെ ധ്യാൻ മേ ബേബിയുടെ ശ്രദ്ധയിൽ ആയാക്കി വന്നു ഏ അച്ഛേ പൈർ നംഗേ ഹേ ഈ നല്ല കാലുകൾ നഗ്നമാണല്ലോ അതായത് ഈ കാലുകളിൽ ചെരുപ്പില്ലല്ലോ എന്ന് അവൾ ചിന്തിക്കുകയാണ് അയാളുടെ കാലുകൾ കാണിച്ചിട്ടുണ്ട് അടുത്തൊരു പേജിലല്ലേ കല്ല ചെരുപ്പില്ലല്ലോ ഇസ്നെ പൈറോമേ കുച്ച് പെഹന ക്യോ നഹി ഇയാൾ ഈ കാലുകളിൽ എന്താണ് ഒന്നും ധരിക്കാത്തത് എന്ന് അവൾ ചിന്തിക്കുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം കാണാം ഇനി എന്താണ് നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ മീനിങ്സും പഠിക്കുക പറഞ്ഞു തന്നതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പ്രതീക്ഷിക്കുന്നു നിങ്ങളിത് കേൾക്കാതിരിക്കുന്ന സമയത്ത് കയ്യിലൊരു ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും കൊണ്ടിരിക്കണം ഈ പുസ്തകവുമായിട്ട് എന്നിട്ട് വേണം നമ്മൾ നോട്ട് ചെയ്യാൻ ഒരു ബുക്കും എടുത്ത് വെച്ചോ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാമൊക്കെ എഴുതാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും പഠിക്കണം കേട്ടോ പഠിച്ചാലാണ് ചെയ്യാൻ പറ്റുള്ളൂ എഴുതാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം കേട്ടോ